ഗുരുവായൂർ ആനക്കോട്ടയിലെ ഗജസമ്പത്ത് ക്രമാതീതമായി കുറയുകയാണ്. ഒരു കാലത്ത് 65 ആനകൾ വരെ ഉണ്ടായിരുന്ന പുന്നത്തൂർ ആനക്കോട്ടയിൽ ഇന്ന് അവശേഷിക്കുന്നത് 35 ആനകൾ മാത്രമാണ്. ആനകളെ പരിപാലിക്കാൻ വിദഗ്ധ ഡോക്ടർമാരും ആനപ്പാപ്പാന്മാരും ഉണ്ടെങ്കിലും ആനകളിൽ പലതും രോഗബാധിതരാണ്. ഒരു കാലത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നാട്ടാനകളെ പരിപാലിച്ചിരുന്ന കേന്ദ്രമായിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിന്റെ പുന്നത്തൂർ ആനക്കോട്ട. എന്നാൽ ആ പദവി ഇന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കേവലം 35 ആനകൾ മാത്രമാണ് പുന്നത്തൂർ ആനക്കോട്ടയിൽ ഇപ്പോഴുള്ളത്. ക്ഷേത്രത്തിലെത്തുന്ന 70% ആൾക്കാരും ആനക്കോട്ട സന്ദർശിക്കാറുണ്ട്. ഓരോ ആനയ്ക്കും 3 പാപ്പാന്മാർ വച്ച് ഇവിടെയുണ്ടെങ്കിലും ആനകൾക്ക് കൃത്യമായ സംരക്ഷണം ലഭിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. അതിന് കാരണം പുന്നത്തൂർ ആനക്കോട്ടയിലെ പേരെടുത്ത പല കൊമ്പന്മാരും ഇന്ന് പാദരോഗം പോലെയുള്ള രോഗം ബാധിച്ച് ചികിത്സയിലാണ്. മാലിന്യം നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ആനകൾ നിൽക്കുന്നതെന്ന് പലവട്ടം പരാതി ഉയർന്നിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിലെ നിത്യചടങ്ങുകൾക്കായി ആനകളെ ആവശ്യമുണ്ട്. പക്ഷേ ഈ പോക്ക് പോയാൽ ഗുരുവായൂർ ദേവസ്വത്തിൽ ആനകൾ അധികം വൈകാതെ ഇല്ലാതാകും. മുൻപ് ഭരിച്ചിരുന്ന ഇടത് സർക്കാരും ഇപ്പോൾ ഭരിക്കുന്ന വലത് സർക്കാരും ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കണ്ടിട്ടില്ല. ഗുരുവായൂരപ്പന്റെ ഭക്തർ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുകയുള്ളൂ.